പള്ളി ചട്ടമ്പി. ഡയറക്ടർ ഡിജോ ജോസ് ആന്റണി. മോനെ രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. റൈറ്റർ എസ് സുരേഷ് ബാബു. എന്റെ പൊന്നണ്ണ എസ് സുരേഷ് ബാബു അണ്ണ. അപ്പോ ഡിജോ ജോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനഗണമന എന്ന് പറഞ്ഞ ഒരു കിടിലം പണം ചെയ്ത ആളാണ്. പക്ഷെ പള്ളിച്ചട്ടമ്പി ഷെന്റെ പൊന്നോ. എന്താടാ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു പോയി. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മലങ്കൾട്ടാണെങ്കിലും ഓക്കെ. മലങ്കൽ ഡീസ് കേക്ക് വാക്ക് എന്തോന്ന് മലങ്കൾട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ രഹസ്യം കാണാം. ഇത് ടോർച്ചറിങ് അസഹനീയ പടം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അതായത് ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു ഫാക്ടർ വേണ്ട ഇതിനകത്ത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. വളരെ മോശം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് സ്ക്രിപ്റ്റ്. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്കള് വന്നേ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നാടകം, ഒരു വെള്ളരി നാടകം. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. വളരെ മോശം അഭിനയം. ടോവിനോക്കെ വെറും തോൽവി. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. വിജയരാഘവനൊക്കെ ഉണ്ട് പള്ളിയിൽ അച്ഛനായിട്ട്. ശയ്യോ വെറും വെറുപ്പിക്കല്. ടി ജി രവി ഭൂല വെറുപ്പിക്കൽ ടി ജി രവി. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയിടും. ക്രിഞ്ച്. ആ സോങ് എന്റെ വൻ ക്രിഞ്ച്. അതിന് ജെക്സ് ബിജോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെക്സ് ബിജോ എടുത്ത ഇത്രയും മോശം പോക്ക് വേറെ കാണൂല. ഓഹോ, സിനിമയും മാറി, ടെക്നോളജി മാറി, എല്ലാം മാറി. നിങ്ങളുടെ ഉണക്കവരികൾക്ക് മാത്രം ഒരു മാറ്റൂല. എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടടാ. മോശം എന്ന് വെച്ചാൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ഇത്രയും അലന്ന ഒരു സിനിമ വിഷുവിന് ഇറക്കി വിട്ടിരിക്കുകയാണ്. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു.